ഗുരുവായൂർ കേശവൻ എന്ന ഭരതൻ സിനിമ സത്യത്തിൽ ഈ ആനക്കാരൻ്റെ കഥയെന്നതിനേക്കാൾ ഉപരി അതിനകത്തുള്ള പാട്ടുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേകമായ രീതികളിലാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന് പറയുന്ന ആ പാട്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അമ്പലത്തിൻ്റെ റിച്വൽസ് മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണ രീതിയാണ്. പൂക്കുലകൾ, വെഞ്ചാമരം, ആന, എഴുന്നള്ളത്ത്, ചുറ്റുമുള്ള വിളക്കുകൾ, കഥകളി രൂപങ്ങൾ, പിന്നെ ശരിക്കും അങ്ങനൊരു ഒരു വിളക്കിൻ്റെ തിരുനാളങ്ങൾ, അത് എങ്ങനെ ഓരോ ശരിക്കും ഒരു അമ്പലത്തിനകത്ത് ഫീൽ ചെയ്യുന്ന, അമ്പലം നമ്മളുടെ അതിനകത്താണ് നമ്മൾ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണ സ്വഭാവം ഈ ഗുരുവായൂർ കേശവനിൽ ഈ പാട്ടിലുണ്ടെന്ന് ഇന്നെനിക്ക് പൊട്ടുകുത്തൽ. ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന പാട്ട്, ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതസുന്ദരമായ വരികൾ, ദേവരായ മാഷിൻ്റെ സംഗീതം, മാധുര്യമ്മയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. ഈ പാട്ടിൻ്റെ രംഗങ്ങളും വളരെ രസകരമാണ്. ഈ പാട്ടിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട്. അതായത് ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഭരതൻ സാറ് താൻ എങ്ങനെയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരച്ചിട്ടാണ് ദേവരായ മാഷിൻ്റെ അടുത്ത് കൊണ്ടുചെന്നത്. എനിക്ക് ഇതാണ് എൻ്റെ രംഗങ്ങൾ, ഇതിനനുസരിച്ച ഒരു പാട്ട് വേണമെന്ന് മാസ്റ്ററോട് പറഞ്ഞു. ശരിക്കും ഭരതൻ സാറിൻ്റെ ഉള്ളിൽ ബോലേരെ പപ്പി എന്ന വളരെ ഹിറ്റായിട്ടുള്ള ഹിന്ദി പാട്ട് പോലത്തെ ഒരു പാട്ട് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് മാഷിനെ പോലെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആളുടെ അടുത്ത് എങ്ങനെയാണ് ഇപ്പോൾ തൻ്റെ ആവശ്യം പറയുക എന്ന് ഭരതൻ സാറിന് വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയോ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ ദേവരായ മാഷ് അത് മനസ്സിലാക്കി. കാരണം ഭരതൻ സാറ് ഒരു വലിയ ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹം അത്ര മനോഹരമായിട്ടാണ് പാട്ട് വരച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് വഴങ്ങിക്കൊടുത്ത് മാഷ് ഇത്രയും മനോഹരമായിട്ടുള്ള, ശരിക്കും ബോലേരെ പപ്പിയായിട്ട് ഒരു സാമ്യം നമുക്ക് തോന്നുകയില്ല ഈ പാട്ടിന്. പിന്നെ പറഞ്ഞ പോലെ പ്രണയഗാനങ്ങൾ, സെമി ക്ലാസിക്കൽ ടച്ച് വളരെ കുറവാണ്. പ്രണയഗാനങ്ങളിൽ നമുക്ക് അങ്ങനെ അധികം കാണാൻ കഴിയില്ല. പക്ഷേ ഈ പാട്ടിൽ ഈ പ്രണയഗാനം വളരെ ഭംഗിയായിട്ടൊരു സെമി ക്ലാസിക്കൽ ടച്ചോടുകൂടി മിയാൻ കി മൽഹാർ എന്ന രാഗത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വലിയ മഹാന്മാർ ഒന്നിച്ചപ്പോൾ വലിയൊരു മഹത്തരമായ ഗാനം പറഞ്ഞു. ഗുരുവായൂർ കേശവനിലൊരു പാട്ടുകൂടുണ്ട്, സുന്ദര സ്വപ്നമേ നീ എനിക്ക് കീയ എന്ന ആ പാട്ടിനകത്ത് അതും സോമചേട്ടനും ഉഷാകുമാരി എന്ന ആക്ട്രസുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന പാട്ടിനെ അമ്പലത്തിലാണ് ചിത്രീകരിച്ചതെങ്കിൽ ഇത് ശരിക്കും ഈ നടുമുറ്റമുള്ള മനകളിലാണ് ഈ പാട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും ഈ വേറൊരു സ്വഭാവത്തിലേക്കാണ് ഈ പാട്ട് നിൽക്കുന്നത്. ഈ കൾച്ചർ ഓറിയൻറ്റഡ്, സാംസ്കാരികമായിട്ടുള്ളൊരു കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള ചിത്രീകരണ സ്വഭാവങ്ങൾ ഈ അന്നത്തെ ദേശഭാഷ അല്ലെങ്കിൽ ശരീരഭാഷ അല്ലെങ്കിൽ അന്നത്തെ വസ്ത്രധാരണ രീതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഈ മനകളിലുള്ള തട്ടുടുത്ത സ്ത്രീകൾ, മുലക്കച്ച കെട്ടിയ സ്ത്രീ, മേൽമുണ്ട് പുതയ്ക്കുന്നതിനകത്തുള്ള വ്യത്യാസങ്ങൾ, മറക്കുട അതിൽ
ഈ പിന്നെ മനകളിലെ ഇടനാഴികൾ, അതിൻ്റെ കട്ടിലുകൾ, അതിൻ്റെ ആഢ്യത്വങ്ങൾ, അതിൻ്റെ ഈ പിന്നെ കിടക്ക, അതിൻ്റെ ഈ ജനലിൻ്റെ വഴികൾ, ഈ എല്ലാ നിറങ്ങളും ഒക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ഒരു ഒരു രാജ കൊട്ടാരത്തിലൊക്കെ നമ്മൾ പൊതുവെ ചിത്രങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകളിലൊക്കെ കണ്ടിട്ടുള്ള രവിവർമ്മയുടെയൊക്കെ പെയിൻറ്റിങ്ങുകളിൽ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു രാജ മന്ദിരങ്ങളിലുള്ളതുപോലത്തെ ഒരു ചിത്രീകരണ സ്വഭാവമുണ്ട്. ഇത് ശരിക്കും ദേവരാജ മാഷിൻ്റെ ഒരു ടിപ്പിക്കൽ കോമ്പോസിഷനാണ്. ഇതൊരു രാഗമാലികയാണ്, പല രാഗങ്ങളും കോർത്തിണക്കിയ ഒരു പാട്ടാണ്. പി ലീലാമ്മയും ദാസാറുമാണ് പാടിയിരിക്കുന്നത്. ഭാസ്കരൻ മാഷിൻ്റെ വരികൾ. ഈ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ പ്രൊഡ്യൂസർ, സിനിമയുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിൻ്റെ ബാനർ മഞ്ഞലാസ് എം.ഒ. ജോസഫ് സാറിന് പ്രത്യേകം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാ സിനിമയിലും ലീലാമ്മ ഒരു പാട്ട് പാടണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ എല്ലാത്തിലും ലീലാമ്മ ഓരോ പാട്ട് പാടിയിട്ടുണ്ട്. ഈ സിനിമയിലും, ഇത് 77 പുറത്തിറങ്ങിയ സിനിമയാണ്, ഇതിലും ലീലാമ്മയെ അദ്ദേഹം പാടിച്ചു.